ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ മകരവ്യൂഹത്തിൽ എത്തി നിൽക്കുമ്പോൾ ആചാര്യസഭയിലെ മുരളി മേനോൻ ചേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. മുരളി ചേട്ടാ സ്വാഗതം. അപ്പൊ ഇന്ന് മകരവ്യൂഹത്തിൽ ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നതെന്ന് അറിയണ്ടേ? മിഥിലാപുരിയിലെ മൃദുല റാണിയുടെ പ്രജകളാണ് അല്ലേ? ആരാണ് വരുന്നത്? ഒരുപാട് പ്രത്യേകതകളുള്ള സ്കൂളാണ് ഇന്നിവിടെ പെർഫോം ചെയ്യാനായിട്ട് വരുന്നത്. മാതാ അമൃതാനന്ദമയമ്മ ആദ്യമായി സ്ഥാപിച്ച സരസ്വതി ക്ഷേത്രമാണ് അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ. 1987 ഇത് സ്ഥാപിച്ചത്. അമ്മ നേരിട്ട് നിയമിച്ച ടീച്ചേഴ്സാണ് അവിടെ കൂടുതലും ഉള്ളത്. അതുമാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് അത്യാവശ്യം ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ്. അപ്പം നമുക്ക് സ്വാഗതം ചെയ്യാം അവർ. ഓക്കെ, നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ടീം അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ. അപ്പൊ നമ്മുടെ ടീമൊക്കെ ഇതേടെ സകല സന്നാഹങ്ങളോടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് പേര് പറഞ്ഞാൽ ആദ്യം തുടങ്ങാം. എന്താ പേര്? അനന്തലക്ഷ്മി. അനന്തലക്ഷ്മി എത്രാം ക്ലാസ്സിലാ? ഫിഫ്ത്ത്. ദർശന എത്രാം ക്ലാസ്സിലാ? എയ്ത്ത്. ഇഷ 9th. ദേവാംഗന 9th. പൂജ 8th. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തോ? കൊറേ പ്രാക്ടീസ് ചെയ്തോ? ഏകദേശം എത്ര കാലം പ്രാക്ടീസ് ചെയ്തു? 1 week. 1 week. 1 weekൽ കുറെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. സൂപ്പർ ആണല്ലോ. അപ്പം ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്തിനെ കുറിച്ചാണ്? എന്താണ് തീം? വാത്മീകിനെ കുറിച്ചുള്ളൊരു സ്കിറ്റാണ് ചെയ്യാൻ പോകുന്നത്. ആണല്ലേ? ഓക്കെ, ഇനി ഞാൻ റൂൾസ് പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. 3 കാര്യങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും മാർക്ക് ഇടുന്നത്. ഡയറക്ഷൻ, ആക്ടിങ് ആൻഡ് പ്രസന്റേഷൻ. 20 മാർക്കിൽ മുരളിച്ചേട്ടൻ മാർക്ക് ഇടും. ബാക്കി എല്ലാവരും 5 മാർക്കിലാണ് മാർക്ക് ഇടുക. ടെൻഷൻ ഉണ്ടോ? ഉറപ്പല്ലേ? ആദ്യം മുതലേ വന്നപ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിസരം മൊത്തം വീക്ഷിക്കുകയാണോ? ശത്രുപക്ഷക്കാർ എവിടെ ഒളിഞ്ഞിരിക്കുന്നു എന്ന്? അങ്ങനെയൊന്നും ഇല്ല. എല്ലാം റെഡിയാണ്, സന്തോഷാണ്, ഫുൾ എനർജിയിലാണ് അല്ലേ എല്ലാരും? അപ്പൊ നമുക്ക് അധികം താമസിക്കാണ്ട് തുടങ്ങിയാലോ? റെഡി അല്ലേ? അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അഗ്നിശർമ്മ, ഓ ഇത് കാടാണ്, ഓർമ്മ വേണം, വഴി തെറ്റരുത്. അതാ വരുന്നു. അഗ്നിശർമ്മ, ദിനാന്ത്യത്തിന് മുമ്പ് അങ്ങ് ഗംഗാതീരത്തെത്തണം. വേഗം നടക്ക്. പിതാശ്രീ, എനിക്ക് വയ്യ നടക്കാൻ. എനിക്ക് നല്ല വിശപ്പും ദാഹവും ഉണ്ട്. എനിക്ക് കുറച്ച് വെള്ളം വേണം. നാം ഒന്നും കരുതിയില്ലല്ലോ ഉണ്ണി. മകൻ ഇവിടെ ഇരിക്കേ. ഈ വനത്തിൽ എവിടെയെങ്കിലും അരുവി ഒഴുകുന്നുണ്ടാകും. ദാ അവിടെ ഒരു അരുവിയുണ്ട്. നാം പോയി ജലവുമായി വരാം. അതുവരെ എൻ്റെ ഉണ്ണി ഇവിടെ തന്നെ ഇരിക്കണം. അയ്യോ പിതാശ്രീ, എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയമാകും. ഭയമോ? ഗംഗാതീരത്ത് വസിക്കുന്ന ഭൃഗുവംശത്തിലെ ബ്രാഹ്മണ ശ്രേഷ്ഠനായ ഈ പ്രജേതസിന്റെ മകൻ എന്തിനു ഭയക്കണം? എന്നാലും പിതാശ്രീ, ഞാനിവിടെ എങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക? പുത്ര, രാജസീകവും സാത്വികവുമായ വാസനകൾ നിന്റെ ഉള്ളിൽ നാം കാണുന്നു. മകൻ ഇവിടെ ഇരിക്കൂ. ഇവിടം സുരക്ഷിതമാണ്. ഇവിടെ ഇരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുക. നാം പോയി ജലവുമായി വരാം. ഹായ് മുയൽ, മുയൽക്കുട്ടാ, അടുത്ത് വന്നേ. ഓടല്ലേ, അവിടെ നിൽക്ക്. അയ്യോ മുയൽക്കുട്ടാ, നീ എവിടെ പോയി? അയ്യോ, ഇതേതാ സ്ഥലം? അയ്യോ, എനിക്ക് പേടിയാവുന്നു. പിതാശ്രീ.
നാരായണ 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 നാരായണ. ഏയ്, നിൽക്കവിടെ, മുന്നോട്ട് വരരുത്. ഇതെന്റെ കാടാണ്. ആ ബാണ്ടക്കെട്ട് താഴെ വെക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ജീവനോടെ പോകില്ല. വേഗം പറയുന്നനുസരിക്ക്. താങ്കൾ ആരാണ്? എന്താണ് വേണ്ടത്? ഞാൻ രത്നാകരൻ. എന്റെ പേര് കേട്ടാൽ ഈ കാട് പോലും നടുങ്ങും. എനിക്കാവശ്യം ധനമാണ്. അത് ഈ ഭാണ്ഡത്തിലുണ്ട്. അതിന് തരാൻ. ഇല്ലെങ്കിൽ ദാ ആ പാത്രത്തിലെ കല്ലുകൾ കണ്ടോ? ധനത്തിന് വേണ്ടി ഞാൻ ഓരോരുത്തരെയും കൊല്ലുമ്പോൾ ആ പാത്രത്തിൽ ഞാൻ ഓരോ കല്ലുകൾ വെക്കും. എന്തിനാണെന്നറിയോ? എത്ര പേരെ ഞാൻ കൊന്നു എന്നറിയാൻ. വേഗം പറയുന്നത് ചെയ്യ്. രത്നാകര, നീ കരുതുന്നത് പോലെ എന്റെ കയ്യിൽ ധനമൊന്നും തന്നെയില്ല. എന്റെ കളേബരത്തോട് ചേർന്ന് നിൽക്കുന്ന നിന്റെ ഹൃദയമിടിപ്പിനെ പോലും ആർദ്രമാക്കുന്ന, ഈ ആയുധത്തെ പോലും മൃദുലമാക്കുന്ന എന്റെ വീണയുടെ നാഥം നിനക്കു നാം നൽകാം. ആർക്ക് വേണം ഈ മരത്തടി? എന്റെ ഭാര്യയെയും മക്കളെയും പുലർത്താൻ ഈ തുണിക്കെട്ടിലെ നിധി വേണം എനിക്ക്. ഇല്ലെങ്കിൽ മരണത്തിന്റെ ഒരു കല്ല് കൂടി ഞാൻ ആ പാത്രത്തിൽ വെക്കും. മാരാ, മരണമെന്ന അർത്ഥമുള്ള വാക്ക്. രത്നാകര, നീ ഒരുപാട് പേരെ കൊന്നും കൊള്ള ചെയ്തും ഒരുപാട് പാപം ഏറ്റുവാങ്ങുന്നു. ആ പാപഫലം നിന്റെ ഭാര്യയും മക്കളും അനുഭവിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പിന്നല്ലാതെ ആ പാപം ഞങ്ങൾ ഒന്നിച്ചനുഭവിക്കും. എങ്കിൽ നാം ചോദിച്ച ഈ ചോദ്യം നിന്റെ ഭവനത്തിൽ ചെന്ന് സഹധർമ്മിണിയോട് ചോദിച്ചിട്ട് വരിക. അതുവരെ നാം ഇവിടെ തന്നെ ഉണ്ടാകും. ഹോ, സൂത്രശാലി. അത് വേണ്ട. എന്നിട്ട് നിങ്ങൾക്കിടന്ന് രക്ഷപ്പെടണല്ലേ? നാരായണ നാരായണ. ഹോ, നിങ്ങൾ ദേവമുരി, ഞാനൊരു കാട്ടാളനല്ലേ, വിവരമില്ലാത്തവൻ. ധർമ്മശാസ്ത്രത്തിൽ ജ്ഞാനം നൽകുന്ന ബ്രഹ്മർഷിയാണ് നാം. ബ്രഹ്മാവിന്റെ പുത്രനായ നരനെ കുറിച്ച് ജ്ഞാനം നൽകുന്ന നാരദൻ. രത്നാകരൻ പോയിട്ട് വരിക. നാം ഇവിടെ കാത്തിരിക്കും. ഞാൻ പോയിട്ട് വരും. ഈ ത്രിലോകങ്ങളിൽ മാനവരാശിക്ക് ഉപകരിക്കുന്ന ഒരു മഹത്തായ സൃഷ്ടിക്കായി നമുക്ക് കാത്തിരിക്കാം. ദേവമുനി, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു. അവൾ പറഞ്ഞു, ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പോയി ആളുകളെ കൊന്ന് കൊള്ളയടിച്ചോണ്ട് വരാൻ? നിങ്ങൾ അനുസരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതെന്റെ കടമയാണ്. നിങ്ങൾ ചെയ്ത പാപം നിങ്ങൾ തന്നെ അനുഭവിക്കണം. ഇതായിരുന്നു അവളുടെ മറുപടി. അത് കേട്ടപ്പോൾ 100 കണക്കിന് കത്തിവിരകൾ നെഞ്ചിൽ കുത്തിയിറക്കിയതുപോലെയുള്ള വേദനയായിരുന്നു. ശരീരത്തിൽ 1000 അമ്പുകളേറ്റതുപോലെ വല്ലാത്തൊരു പിടച്ചിൽ. ഈ ദേഹം ഈ കാട് പോലെ ആടി ഉലഞ്ഞു. ഇപ്പോൾ ഉറച്ചുപോയ പാറ പോലെ അങ്ങയുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു. മഹർഷേ, മാപ്പ്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. അതെ, ഈ വാക്കുകളാണ് ഞാൻ അവളിൽ നിന്ന് ആവർത്തിച്ച് കേട്ടത്. സകല പാപങ്ങളിൽ നിന്നും മോചനം നേടാൻ അങ്ങ് ഈ ഉള്ളവന് ഒരു നേർവഴി പറഞ്ഞു തന്നാലും. നിന്റെ ഈ പശ്ചാത്താപമുണ്ടല്ലോ, അത് തന്നെ ഒരു പ്രായശ്ചിത്തമാണ്. നീ എപ്പോഴെങ്കിലും നിന്റെ മക്കളുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവരെന്തൊക്കെയാണോ അവിടെ കാണുന്നതും കേൾക്കുന്നതും അതനുസരിച്ചായിരിക്കും അവരുടെ സ്വഭാവവും. സംസർഗജ ഗുണാദോഷ. മനസ്സ് ഏകാഗ്രമാക്കി ജപവും ധ്യാനവും പോലെ ഈ മന്ത്രം ഉരുവിടുക. മര 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 മര. പൊന്നിവർ മേനി മരകതത്തിൻ പൊങ്കിളം സോതിയ കലത്താരം നിന്നിവർ വായിലൽ വേദമോ